വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റീലിബ്രയിലോട്ട് പോലത്തെ ഒരു ഇതാണ്. BA ലക്കി ബ്ലോക്ക് ഇൻ പോപ്പി പേപ്പർ. നമുക്ക് പൈസ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 97.9 മില്യൺ ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള 4 ഇത് ഞാൻ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. സമയമായോ നമ്മൾ നോക്കാം. അതിനിയും 1 മിനിറ്റ് കൂടി വേണം. എല്ലാം ഞാൻ 1K ഇതിൻ്റെ അകത്ത്. നമ്മുടെ നമുക്കിപ്പോൾ സ്പീഡ് 20 ഞാൻ 2 പ്രാവശ്യം റീബർത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി പൈസ കളക്ട് നോക്കാം. 100 മില്യൺ നോക്കാം. നമുക്ക് ഒറ്റയടിക്കിന് പൈസ കൂട്ടാം. അത് പൈസ അങ്ങോട്ട് സ്പീഡ് കൂട്ടാം. ഇങ്ങനെ മാക്സിൽ ഒത്തിരി പൈസ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുണമില്ല. അയ്യോ, നമ്മുടെ പൈസ ഇല്ലല്ലോ. ഇപ്പം നമുക്ക് 126 സ്പീഡുണ്ട്. ഇപ്പം നമ്മുടെ 7.1 മില്യൺ ആണുള്ളത്. നമുക്ക് ഇച്ചിരി കൂടി സ്പീഡ് കൂട്ടാൻ പൈസ ഇല്ല. അതിനിപ്പോൾ പിന്നെ സ്പീഡ് കൂട്ടാം. എന്തായാലും പോകാം. ഏറ്റവും ലാസ്റ്റ് പ്രോട്ടോടൈപ്പിൻ്റെയാണ്. നമുക്ക് ഇതിനെ കടത്തി വെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവൻ തന്നെയായിരുന്നു. പിന്നെ കിട്ടി. ഈ അൺകോമൺ ആണോ എൻ്റെ കറക്റ്റ്? അൺകോമൺ കൊള്ളത്തില്ല. ഇത് മിത്തിക്കലാണ് നല്ലത്. നമുക്ക് ഇച്ചിരി സ്പീഡ് കിട്ടും. അതായത് ഫ്യൂസിൻ്റെ ആയോ നമുക്ക് നോക്കാം. ഫ്യൂസ് ആയി കാണുമല്ലോ. റെഡിയാ? ഫ്യൂസ് ചെയ്യും. ഐറ്റം അറ്റ് ദി മെഷീൻ. ഇതെങ്ങനെ ക്ലെയിം ചെയ്യുന്നത്? അയ്യേ, ഈ മൗസിന് വേണ്ടിയായിരുന്നോ? ഞാനെന്റെ 1K ഒക്കെ കൊടുത്തതാ. 400 ഇത്രയേ ഉള്ളൂ. നമ്മൾ ഞാൻ റെയർ സാധനമൊക്കെ കൊടുത്തതാ വെറുതെ. നമ്മുടെ 24 മില്യൺ ഉണ്ട്. നമുക്ക് ഇതൊരു 30 മില്യൺ ആക്കാം. നമുക്ക് പിന്നെ സ്പീഡ് കിട്ടാം. എന്തോ സെലസ്റ്റിയൽ ഇവന്റ് തുടങ്ങിയെന്നാണ് എന്തോ കാണിച്ചിട്ടുണ്ട്. നോക്കട്ടെ. ഇവിടെ ഒരു ബോർഡുണ്ട്. അതെ, സെലസ്റ്റിയൽ ഇവന്റ് ലൈവ് നൗ. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. ഇവന്റെ അടുത്ത് ഈ ബേസ് ഒന്ന് കടത്തി വിട്ട് അടുത്ത ലാസ്റ്റത്തെ ഈ പ്രോട്ടോടൈപ്പിൻ്റെ കൂടി ഉണ്ട്. പിന്നെ അൺകോമൺ പിന്നെ അൺകോമൺ എങ്കിൽ അൺകോമൺ. നമുക്കിനി ഉള്ളതിന് എല്ലാത്തിനും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്പീഡൊന്നും കൂട്ടട്ടെ. സ്പീഡ് 2 ഇച്ചിരി സ്പീഡ് കൂടി. പ്രോട്ടോടൈപ്പിനെ കടത്തി കേട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. എന്തായാലും ഇതിനെയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും. നമ്മളെ 2 2.7Kയും 6Kയും ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 100K. ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാ. നമ്മുടെ കയ്യിലിപ്പോൾ എത്ര മില്യണാ? 7.5 മില്യൺ. അത് വെച്ച് എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഒരുണ്ടയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഒരു 5 മിനിറ്റത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പൈസേനെ കളക്ട് ചെയ്യാം. നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ അടുത്ത് എത്തിക്കായി. പക്ഷെ നമുക്ക് എത്തിക്കാണ് കിട്ടിയത്. നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ അടുത്ത് വരെ എത്തിയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പ്രോട്ടോടൈപ്പിൻ്റെ എന്താ ഇത് കണ്ടോ, ഇതവിടെ ചെന്ന് എടുത്തോണ്ട് വന്ന പ്രോട്ടോടൈപ്പിൻ്റെ അല്ല, അതിൻ്റെ തൊട്ട് മുന്നത്തേൻ്റെ അവിടുന്ന്. അപ്പം നമുക്കൊന്ന് പൈസ കളക്ട് ചെയ്ത് നോക്കാം. എന്നാലും ഞാൻ കളക്ട് ചെയ്തു. നമ്മളെ 26 മില്യണോ. ഈ പ്രോട്ടോടൈപ്പിൻ്റെ അവിടെ ചെന്നപ്പോഴും പ്രത്യേകിച്ച് നല്ലതൊന്നും എനിക്ക് കിട്ടിയില്ല. ഏതായിരുന്നു കിട്ടിയേ? അത് ഞാൻ കൊണ്ട കളഞ്ഞു. കിട്ടിയ
പ്രോട്ടോടൈപ്പ് നമ്മളെ പിടിച്ചായിരുന്നു. എന്നാലും നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടണം. ഒരു സ്പീഡ് കിട്ടും. ഒരു സ്പീഡ് കൂടി ആക്കിയിട്ടുണ്ട്. നമുക്ക് പോവാം പ്രോട്ടോടൈപ്പിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ഈ പ്ലേ ടൈം പോപ്പി പ്ലേ ടൈമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? എനിക്കിഷ്ടം പ്രോട്ടോടൈപ്പിനെ, ലില്ലി ലവ് ബ്രേക്സിനെ. അയ്യോ ഇപ്പം എന്നെ പിടിക്കും, എന്നെ പിടിച്ചു. നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടാം. ഞാനിപ്പോൾ ഒന്നുകൂടി പോയി. എന്നാലും എനിക്ക് പ്രോട്ടോടൈപ്പിൻ്റെ അവിടെ വരെ എത്താൻ പറ്റിയില്ല. അതിൻ്റെ മുന്നത്തേൻ്റെ അവിടെ വരെ എത്തി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അവളെ തന്നെ. അത് 140K ഉണ്ടാക്കൂ. ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്യാരക്ടറാണിത്. അതായത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോഴെ ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. എടുക്കുമ്പോൾ കണ്ടോണേ നമ്മുടെ മുടി ഇരിക്കുന്നുണ്ടോ, ഉത്തമിനാർ പോലെ. പക്ഷെ വെച്ച് കഴിയുമ്പോഴോ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവളാണ്. പിന്നെ എനിക്ക് ക്യാരക്ടേഴ്സിലും ഏറ്റവും ഇഷ്ടം, ഇവർക്ക് നല്ല സ്വഭാവമല്ല, വില്ലനാണ്, അതായത് വില്ലത്തിയാണ്. ഞാൻ ഇഷ്ടമുള്ള ഇവളെയും പ്രോട്ടോടൈപ്പിനെ എന്താണെന്നറിയില്ല. നമ്മുടെ ഈ 51 മില്യൺ റുപ്പീസ് അല്ലെ ഡോളർ ഉണ്ട്. നമുക്ക് ഇപ്പം സ്പീഡ് 3 പോലും വാങ്ങിക്കാനുള്ള ശേഷി. ഇപ്പം നമുക്ക് ഒരു സ്പീഡ് വാങ്ങാം. അപ്പം നമുക്ക് പോകാം. നമുക്ക് പ്രോട്ടോടൈപ്പിനെ കണ്ട് ഒരു ഹായ് കൊടുത്ത് അടി മേടിച്ചിട്ട് തിരിച്ചു പോകാം. ഇതെന്നെ പിടിക്കില്ല, ഇതെന്നെ പിടിച്ചോ. ഇതിൻ്റെ അവിടെ ഞാൻ ഇതുമായിട്ട് കയറിയിട്ടില്ലല്ലോ. ഈ ഹഗ്ഗി ഏതോ എത്തിക്കല്ലേ, ഇത് കൊള്ളത്തില്ല. ഞാൻ എനിക്ക് ഇവളെ ലില്ലിനെ കിട്ടി അവിടെ വെച്ച് ഞാൻ നിർത്തട്ടെ. ഇനി അവിടെ നിന്നെങ്ങാനും നല്ലത് കിട്ടിയാലോ. പിടിക്കൂ. ഇതിൻ്റെ അടുത്തൊന്നും എനിക്ക് കിട്ടിയത്. ഇപ്പം ആരത്? ഇത് നല്ലതാ, ഇതെനിക്കറിയാം. ഇത് മിത്തിക്ക ഏതോ ഡോക്ടറാ. ഡോക്ടറിൻ്റെ മുഖം ഒന്ന് കാണിച്ചേ. അത് കാണാൻ പറ്റില്ല. വെച്ച് വെക്കാം. അപ്പം ഇത് ഡോക്ടറല്ലേ? ഇതും ഡോക്ടർ. ഇതെന്തോ റെയിൻബോ ഡോക്ടർ. ഇത് ശരിക്കും 40K ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ ഇതിൽ റെയിൻബോ മ്യൂട്ടേഷൻ ഉള്ളത് കാരണം 100K ഉണ്ടാക്കും. നമുക്ക് പൈസ കളക്കും. നമ്മുടെ ഈ പിന്നെ 57 മില്യനാണ് ഉള്ളത്. സോ ഗൈസ്, ഞാൻ പ്രോട്ടോടൈപ്പിൻ്റെ അവിടുന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് എഗെയിൻ ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം. പോകാം. നമുക്ക് ഈ തലയിൽ നമുക്ക് പോപ്പി നല്ലതാ. അയ്യേ പോപ്പി കൊള്ളത്തില്ല. എപ്പിക്കാട്ടോ ഒന്നും കൊള്ളത്തില്ല. ഈ പോപ്പിനെ വേണ്ട. നമുക്ക് കൊണ്ട് വെച്ച് നോക്കാം എത്ര രൂപ ഉണ്ടാക്കുന്നു. 5K ഞാൻ പറഞ്ഞില്ലേ കൊള്ളത്തില്ല. ഞാൻ കൊണ്ട് കളയാൻ പോകും. സെല്ല് ചെയ്യണം. എൻ്റെ ഉള്ള എല്ലാം കൊള്ളത്തില്ലാത്തതാണ്. ഈ ഗിബ്ലറ്റിനെ കളയാം. നമുക്ക് 25K ഒക്കെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഇപ്പം ഒന്നുകൂടി ചെന്ന് പൈസ കളക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നുകൂടി പൈസ കളക്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ എത്ര രൂപയാണ്? നമുക്ക് 51 മില്യൺ ആണുള്ളത്. അപ്ഗ്രേഡ് ചെയ്യാം. 45 നമുക്ക് 4 കിട്ടും. ഓക്കെ, 4 എടുത്തേക്കാം. എൻ്റെ ഇപ്പോൾ 5 മില്യൺ ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും പ്രോട്ടോടൈപ്പിൻ്റെ അതിലൊന്ന് പോവാം. പോയിട്ട് വരാം. ഒന്നും പിടിക്കായിരുന്നു മതിയായിരുന്നു. പ്രോട്ടോടൈപ്പാണ് എന്നെ പിടിച്ചത്. ഹഗ്ഗി എന്തായാലും നമ്മൾ വീഡിയോ എന്തായാലും എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ഈ പ്രോട്ടോടൈപ്പിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ സാധനമാണ് ഒരു ഹഗ്ഗി വഗി ഇല്ല. ഇത് ഇഞ്ചേർഡ് ഹഗ്ഗി. ഇതിനു വേണ്ടി
വേണ്ടിയാണ് ഞാൻ അവിടെ വരെ പോയത്. നമുക്ക് എന്തായാലും ഈ തലയിരിക്കുന്ന ഈ ബോക്സ് പോലത്തെ സാധനം ഉണ്ടല്ലോ, ലക്കി ബ്ലോക്ക്, ഇതൊന്നും എന്തായാലും ഉപയോഗിച്ച് വെക്കാം. അല്ല ഇനിയിപ്പോൾ അതിൻ്റെ പേര് എടുത്ത് ഇത് കാരണമാണെന്ന് വരും പറഞ്ഞേക്കരുതേ. നമുക്ക് ഇച്ചിരി വലിയ സാധനം, അതായത് ഇച്ചിരി നല്ല ലക്കി ബ്ലോക്ക് ആക്കണമെങ്കിൽ 250 മില്യൺ വേണം. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു പൈസയും കൂടി കുറച്ച് കളക്ട് ചെയ്യാം. നമ്മുടെ ഇത്രയും പൈസയുണ്ട്, നമുക്ക് ഇച്ചിരിയും കൂടി ചിലവാക്കാം. നമുക്ക് എന്തായാലും ഇത് മേടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇത് മേടിക്കാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. അതല്ല നമ്മളെന്തായാലും മറ്റേ ഇത് ഞാനെന്ത് പൊട്ടത്തരം കാണിച്ച് ഞാൻ 100 ഇത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ലക്കി ബ്ലോക്കിനെ ആൾക്കായിരുന്നു. നല്ലതാണ് കിട്ടി, നല്ലതാണ് കിട്ടി. അയ്യോ, നല്ലതാണ് കിട്ടി. ഞാൻ ഓടി ചെന്ന് ഞാൻ വീണ് മറിഞ്ഞ്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. 200 ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഇച്ചിരി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ എഗെയിൻ പ്രോട്ടോടൈപ്പിൻ്റെ അടുത്ത് ചെന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി. ഇത് മിത്തിക്കാണ്. ഇതായിരുന്നു നമ്മൾ അവിടെ ഈ സാധനം തന്നെ നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്ന വന്നായിരുന്നു. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇതെന്തോ ഇത് വരുന്ന സ്റ്റാൾക്കർ ഡോയോ തന്നെ ഡോയോ. ഈ ഡോയുടെ ഇഞ്ചേർഡ് വെർഷനാണോ ഇത്, അതോ ഇനി നൈറ്റ്മെയർ വെർഷനാണോ? നൈറ്റ്മെയർ ക്യാറ്റിനെ പോലെ എന്തെങ്കിലും കളക്ട് ചെയ്യാം. പൈസ ഒന്നും കളക്ട് ചെയ്ത് നോക്കാം എത്ര രൂപ നമ്മൾ. നമുക്കിപ്പോൾ 75, 76 എത്രയാ? നമുക്കിപ്പോൾ 84 മില്യൺ ആണോ ഉള്ളത്. ഞാൻ എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കിട്ടാത്തതാണ് കിട്ടിയത്. മോമി ലോങ്ലെഗ്. നമുക്കിതുപോലെ കിട്ടാത്തതൊക്കെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിടി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി എടുക്കാം. ഇതൊക്കെ മാറും. മോമി ലോങ്ലെഗ്. ഈ കൈയും ലോങ് ആണല്ലോ, അപ്പം മാമി ലോങ് ഹാൻഡ് ആൻഡ് ലെഗ്സ്. ഇതെന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്? എവിടെ നോക്കുക? ഹായ്, നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ റൗണ്ട് കൂടി. പൈസയും കൂടി കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.